നമ്മുടെ ഗോപാലകൃഷ്ണൻ വേഴ്സസ് മല്ലിക സുകുമാർജി. മല്ലിക സുകുമാരൻ്റെ മരുമകൾ അർബൻ നെക്സലൈറ്റ് ആണെന്ന് സാക്ഷാൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ. എന്ന് മാത്രമല്ല, അവരെ നിലയ്ക്ക് നിർത്തണമെന്നും വിലയ്ക്ക് നിർത്തണമെന്നുമാണ് പറയുന്നത്. സംഗതി L2 എമ്പുരാൻ കത്തിപ്പടരുമ്പോൾ ഇപ്പോൾ പ്രതിരോധവും പ്രത്യാക്രമണവും സ്ട്രൈക്കറും ഫോർവേഡും ഗോളിയുമെല്ലാം ഒരു വശത്ത് മല്ലിക സുകുമാരൻ ചേച്ചിയായി മാറിയിട്ടുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അടിച്ചു തകർക്കുക എന്ന് പറയുന്ന ശൈലി പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് ചേച്ചിയും ഇപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണനുമായിട്ടാണ് വാഗ്വാദം. ഈ സമീപകാലത്തെ സിനിമകളിലൊന്നും ഇതുപോലൊരു ചർച്ചയും ബഹളവും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ നിറം മങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വന്നൊരു വരവുണ്ടല്ലോ, ആ വരവ് ഇപ്പം ഗംഭീരമാണ്. ആദ്യം ധീരത, പിന്നെ ശൂരത, പിന്നെന്താണ് മാപ്പ്, പിന്നെ അത് കഴിഞ്ഞ് സമാധാനവും ശാന്തിയുമൊക്കെ സാധാരണ മടങ്ങിയെത്തേണ്ടതാണ്. എന്നാൽ അതിനു പകരം ഇപ്പോഴും കിടന്ന് കുഴഞ്ഞു മറിയുകയാണ്, അടിച്ചു തകർക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഗോളടിച്ച് മുന്നിൽ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ഗോപാലകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും അങ്ങനെയാണ്. അടിക്കുന്നടി ഗോളായി, ഗോളി മാത്രമല്ല ഗോൾ പോസ്റ്റും കീറി പുറത്തേക്ക് പോകുന്ന സൈസ് അടിയാണ് ഗോപാലകൃഷ്ണൻ അടിക്കുന്നത്. ചില അടി പാളിപ്പോയാൽ അത് പാളിപ്പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയാനും ഗോപാലകൃഷ്ണന് മടിയില്ല. അങ്ങനെയാണ് നമ്മുടെ ശ്രീമതി ടീച്ചറോടൊക്കെ കഴിഞ്ഞ ദിവസം റമദാനിൻ്റെ 27 രാവിൽ പൊരുത്തം ചോദിച്ച് പ്രശ്നം തീർത്തത്. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ സാക്ഷാൽ നമ്മുടെ മല്ലിക സുകുമാരൻ ചേച്ചി രംഗത്ത് വന്ന് എന്തിനും ഏതിനും ചാനലുകാരെ വായോ വായോ എന്ന് പറഞ്ഞ് വല്ലാതെ വിളിച്ചു കൂട്ടുന്ന ഒരു സന്ദർഭത്തിൽ ആളുകളൊക്കെയും മല്ലിക ചേച്ചിയിലേക്ക് കേന്ദ്രീകരിച്ച്, പണ്ട് നമ്മുടെ ഒരു ലോറി ഡ്രൈവറുടെ വാഹനം കർണാടകയിൽ ഒഴുകിപ്പോയപ്പോൾ അവിടെ ദിവസങ്ങളോളം ലൈവ് തുടർന്നതുപോലെ ഇപ്പം ലൈവ് വണ്ടി മുഴുവൻ മല്ലിക ചേച്ചിയുടെ വീടിന് മുന്നിലാണ്. പണിഞ്ഞവരും പണിയെടുത്തവരുമൊക്കെ നിശബ്ദതയിലും. മല്ലിക ചേച്ചി ആവട്ടെ ഓരോ ചാനലിനും പറ്റുന്ന രീതിയിൽ നല്ല കൃത്യമായി മറുപടി കൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ്റെ റോക്കറ്റ് പുറത്തു വന്നത്. ഗോപാലകൃഷ്ണൻ അടിച്ചടി, സുപ്രിയ എന്ന് പറയുന്ന നിങ്ങളുടെ മരുമകൾ അവളൊരു അർബൻ നെക്സലൈറ്റ് ആണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഒരു ദേശീയ തലത്തിൽ നിന്നുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ അടിച്ചിരിക്കുന്നത്. അങ്ങനെ അടിച്ച് മുന്നേറുകയാണ്. ഇതെത്ര ദിവസം ഈ അടി ഇതുപോലെ നിൽക്കുമെന്നറിയില്ല. എന്തായാലും ഒന്നുറപ്പുണ്ട്, അധിക ദിവസം ഇത് പോവില്ല. കാരണം ഇവർക്കെല്ലാം വേറെ പണിയുണ്ട്. എന്ന് മാത്രമല്ല, ചാനലുകാർക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുന്നത് വരെ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. എല്ലാ ചാനലിനും ഇപ്പം മല്ലിക ചേച്ചി മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗോപാലകൃഷ്ണനോട് എന്ത് പറയുമെന്നറിയാൻ മലയാള ലോകം കാത്തിരിക്കുകയാണ്. ഗോപാലകൃഷ്ണനെ പ്രകോപിപ്പിച്ചത് വേറൊന്നുമല്ല, ആളറിഞ്ഞ് കളിക്കടേ എന്നെങ്ങാണ്ട് പോസ്റ്റിൻ്റെ അടിയിൽ സുപ്രിയ കമൻ്റ് ഇട്ടു എന്നതാണ് ഗോപാലകൃഷ്ണനെ ചൊടിപ്പിച്ചത്.